ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മതവിദ്വേഷം പ്രചരിപ്പിച്ചെന്ന കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. പോലീസിനോട് വിശദീകരണം തേടിയ കോടതി പരാതിക്കാരൻ VR അനൂപിനും നോട്ടീസ് അയച്ചു. ജിതുബ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശം? അജയ്, ഈ പന്തളത്ത് നടന്ന ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പന്തളത്ത് RSS അനുകൂലികൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ മറ്റൊരു സംഗമം കൂടി നടത്തിയിരുന്നു, ശബരിമല സംരക്ഷണ സംഗമം. ആ സംഗമത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വാവരെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ശാന്താനന്ദ മഹർഷി നടത്തിയത്. അതിൽ അയ്യപ്പനുമായോ ശബരിമലയുമായോ ഈ വാവര് സ്വാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. മാത്രമല്ല, അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന് തീവ്രവാദിയായ ഒരാളാണ് വാവർ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാമർശം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നാലെ KPCC വക്താവ് കൂടിയായിട്ടുള്ള അഭിഭാഷകൻ VR അനൂപ് ഉൾപ്പെടെയുള്ള ആളുകൾ പന്തളം പോലീസിന് നിരവധിയായ പരാതികൾ നൽകിയിരുന്നു. ആ പരാതിക്ക് പിന്നാലെ പോലീസ് മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന കേസ് ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. ആ കേസ് അദ്ദേഹത്തിന്റെ അറസ്റ്റിനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് ഉൾപ്പെടെയുള്ള വാദം നിർത്തി. എന്തായാലും ഒരു പ്രാഥമിക വാദത്തിന് ശേഷം ഇപ്പോൾ അത് പോലീസിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. അടുത്ത മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ കേസ് പരിഗണിക്കുന്നതുവരെ ശാന്താനന്ദ മഹർഷിയെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസിനോട് കോടതി വിശദീകരണം ചോദിക്കുകയും ഒപ്പം തന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള KPCC വക്താവ് കൂടിയായിട്ടുള്ള അഭിഭാഷകൻ VR അനൂപിനോടും പോലീസ് കോടതി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് വിശദീകരണങ്ങൾ കൂടി, പരാതിക്കാരന്റെയും പോലീസിന്റെയും വിശദീകരണം കൂടി ലഭിച്ച ശേഷമാണ് ഈ വിഷയത്തിൽ എന്തായാലും കോടതിയിൽ അന്തിമ തീർപ്പുണ്ടാവുക. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഒരു വിശദീകരണം തേടിയിട്ടുള്ളത്. അതുവരെ ശാന്താനന്ദ മഹർഷിയെ അറസ്റ്റ് ചെയ്യരുത്, നോട്ട് ടു അറസ്റ്റാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്നത്. അജയ്.